മണിപ്പൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട 87 കുക്കി, സോമി സമുദായങ്ങളിൽപ്പെട്ട ക്രൈസ്തവരുടെ മൃതസംസ്കാരം നടത്തി. കലാപം ആരംഭിച്ച നാളുകളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് 8 മാസങ്ങൾക്ക് ശേഷം ചുരാചന്ദ്പൂർ ജില്ലയിലെ പ്രത്യേക സ്ഥലങ്ങളിൽ സംസ്കരിച്ചത്. റോഡ് മാർഗം മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് വീണ്ടും സംഘർഷങ്ങൾക്ക് കാരണമാകാം എന്നതിനാൽ കുക്കികളുടെ 60 മൃതദേഹങ്ങൾ ഇംഫാലിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരുടെ മൃതസംസ്കാരം നടത്താൻ സുപ്രീം കോടതി നേരത്തെ അനുവാദം നൽകിയിരുന്നു. ഇനിയും 175 മൃതദേഹങ്ങൾ കൂടി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിക്കാനും തിരിച്ചറിയാവുന്നവ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1,00,000-ലധികം ആളുകളെ കലാപത്തെ തുടർന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വീടും വസ്തുവകകളും അഗ്നിക്കിരയാക്കിയതിനാൽ അവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ് കഴിയുന്നത്. കലാപത്തി ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇവരുടെ പുനരധിവാസവും അനിശ്ചിതത്വത്തിലാണ്. ഡിസംബർ 20 നടത്തിയ സംസ്കാര ചടങ്ങുകളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു.